പ്രിയ പ്രേക്ഷകരെ, നമ്മൾ എല്ലാവരും ഓണത്തിരക്കിലേക്ക് കടക്കുകയാണ്. അതേസമയം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓണപ്പരീക്ഷയുടെ തയ്യാറെടുപ്പിൽ ആണ്. ഇത്തവണ ഓണപ്പരീക്ഷ എത്തുമ്പോൾ അവിടെ കുട്ടികൾ എത്രത്തോളം ഈ പാഠപുസ്തകത്തിലെ പാഠഭാഗങ്ങൾ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് വലിയ ചർച്ചയായി മാറുന്നുണ്ട്. അതിന് കാരണം എന്നുള്ളത് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് അധ്യാപകർ, അവർ ഏതാനും ദിവസങ്ങളായി ഈ സെൻസസുമായി ബന്ധപ്പെട്ട ജോലിയുടെ തിരക്കിൽ ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഇന്നും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ തിരുവനന്തപുരം, കൊല്ലം ജില്ല മാറ്റി നിർത്തിയാൽ പല ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മഴക്കാലത്ത് പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓണപ്പരീക്ഷ മാറ്റണോ എന്ന ആവശ്യം രക്ഷകർത്താക്കളുടെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഉയരുന്നുണ്ട്. പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന തരത്തിലുള്ള പാഠഭാഗങ്ങൾ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നത് ആണ് അവർ സംശയമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ആദ്യം കുറച്ച് കുട്ടികളുടെ പ്രതികരണം ഉണ്ട്, അത് ശ്രദ്ധിക്കാം. പരീക്ഷ മാറ്റി വെക്കേണ്ട കാര്യമുണ്ടോ? എന്താ തോന്നുന്നത്? ഓണപ്പരീക്ഷ മാറ്റി വെക്കേണ്ട കാര്യമുണ്ടോ? കുഴപ്പമില്ല, ഇപ്പൊ തന്നെ നടന്നാൽ മതി. മറ്റേ ഈ സെൻസസ് ഡ്യൂട്ടി കാരണം ടീച്ചർമാർക്ക് വരാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഈ പോർഷൻ പഠിപ്പിക്കുന്നതിൽ ഒരു ഡിലേ വന്നത്. അപ്പൊ അത് നിങ്ങൾ ഈ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടോ? എങ്ങനെയാ? എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. അങ്ങനെ വെച്ചാൽ ഓക്കെ. എത്രയല്ല പഠിക്കുന്നത്? 10. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പരീക്ഷ അടുത്ത ആഴ്ച മാറ്റി വെക്കേണ്ട കാര്യമുണ്ടോ? മാറ്റി വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഉണ്ട്. അതിനാ പഠിച്ചു തുടങ്ങിയില്ല. അത് പോർഷൻ തീരാത്തോണ്ടാണോ അതോ? പോർഷൻ തീരുന്നതായിരുന്നേ ഉള്ളൂ, അതാണ് കാര്യം. പരീക്ഷയാണ് അടുത്ത ആഴ്ച തൊട്ട്. പോർഷനൊക്കെ കംപ്ലീറ്റ് ആയോ? അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ പരീക്ഷ അടുത്ത ആഴ്ച തന്നെ തുടങ്ങണോ അതോ മാറ്റി വെക്കണോ? എന്താണ് അഭിപ്രായം? പക്ഷെ മാറ്റിയാണ് നല്ലത്. അതിന് പോർഷൻ വലുതായിട്ട് കംപ്ലീറ്റ് ചെയ്യില്ല, ഒരു അടിച്ചേപ്പിച്ച് തരികയാണ് എല്ലാം കൂടെ തീക്കാൻ. പെട്ടെന്ന് പഠിപ്പിച്ച് പഠിപ്പിച്ച് മനസ്സിലാവില്ല. ട്യൂഷനുള്ളവർക്ക് മനസ്സിലാവും. ഞാൻ ട്യൂഷന് പോകുന്നില്ല. അപ്പോൾ മാറ്റി വെക്കണമെന്നാണ് അഭിപ്രായം? മാറ്റി വയ്ക്കുന്ന അഭിപ്രായം. ഓണപരീക്ഷയാണ് അടുത്ത ആഴ്ച തൊട്ട്. പോർഷനൊക്കെ കംപ്ലീറ്റ് ആയോ? പോർഷൻ തീരാറായി. അപ്പം പരീക്ഷ മാറ്റി വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, വേണ്ട, കുഴപ്പമില്ല. പഠിക്കുന്നുണ്ട്. പരീക്ഷ അപ്പോൾ അടുത്ത ആഴ്ച തന്നെ നടക്കണം. യെസ്, ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ ആണ് ചേരുന്നത്. ഡാൻ, നിലവിൽ പരീക്ഷ നടത്തും എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പരീക്ഷാ നടത്തിപ്പിൽ മാറ്റമൊന്നുമില്ല. 13-ാം തീയതി മുതൽ പരീക്ഷകൾ ആരംഭിക്കും. 21-ാം തീയതി സ്കൂളുകളിൽ ഓണാഘോഷം എന്ന നിലയിലാണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഉയരുന്നൊരു സംശയം, വളരെ കുറച്ച് അധ്യയന ദിനങ്ങൾ മാത്രമാണ്. ജൂണിൽ സ്കൂൾ തുറന്നു, അവിടെ തന്നെ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം നമുക്കറിയാം. അതിനിടയിൽ മഴയുണ്ടായിരുന്നു. പിന്നീട് ഈ സെൻസസിൻ്റെ ജോലികൾക്കിടയിൽ വ്യാപൃതരായ അധ്യാപകർ അതിൻ്റെ തിരക്കിലായിരുന്നു. അതോടൊപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി അധ്യയന ദിനങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. അതാണ് ഇങ്ങനെയൊരു പരീക്ഷ നടത്തേണ്ടതുണ്ടോ എന്ന ഒരു സംശയം ഉന്നയിക്കാൻ ചില കോണുകളിൽ നിന്നെങ്കിലും ഉയരാൻ കാരണം എന്താണ്? ഒരു പൊതുവിൽ വികാരം, ഡാൻ? സംസ്ഥാനത്തെ UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളായി ഏതാണ്ട് 40 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് വരുന്ന 13-ാം തീയതി മുതൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. 13-ാം തീയതി മുതൽ 20-ാം തീയതി മുതൽ വരെ UP ഹൈസ്കൂൾ വിഭാഗങ്ങളുടെയും 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെയും പരീക്ഷകൾ നടക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നേരത്തെ അറിയിച്ചത്. 21-ാം തീയതി ഓണാഘോഷം, 22 മുതൽ 30-ാം തീയതി വരെ ഓണം അവധി, ശേഷം 31-ന് സ്കൂളുകൾ തുറക്കും. ഓണം അവധിക്ക് ശേഷം. ഇങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ ഇറക്കിയ സർക്കുലർ. പക്ഷേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആശങ്ക ഉയർന്നിരിക്കുന്നത് ഈ മഴക്കെടുതിയും മറ്റ് പ്രതിസന്ധികളും മൂലം സംസ്ഥാനത്തെ 14 ജില്ലകളിൽ 2-3 ജില്ല ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടർച്ചയായി ഒരാഴ്ച മുതൽ 10 ദിവസം വരെ പൂർണ്ണമായി ക്ലാസ് മുടങ്ങുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഈ പാഠഭാഗങ്ങൾ മുഴുവനായി പഠിപ്പിച്ച് തീർക്കാതെ ഓണപരീക്ഷയിലേക്ക് കടന്നാൽ അത് എങ്ങനെ വിദ്യാർത്ഥികൾക്ക് തയ്യാറെടുക്കാൻ കഴിയും എന്നതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആശങ്ക. അങ്ങനെയാണ് പരീക്ഷ അങ്ങനെയെങ്കിൽ മാറ്റിവെച്ച് കൂടെ എന്ന ഒരു കൺസേൺ വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം തന്നെ, രക്ഷിതാക്കളിൽ ഒരു വിഭാഗം തന്നെ, അധ്യാപകരിൽ ഒരു വിഭാഗം തന്നെ ഉന്നയിക്കാൻ തുടങ്ങിയത്. പക്ഷേ നിലവിൽ നമുക്ക് അധ്യാപക സംഘടനകളുടെ KPSTയും KSTയും ഉൾപ്പെടെയുള്ള അധ്യാപക സംഘടനകളുടെ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നടക്കം ലഭിക്കുന്ന പ്രതികരണങ്ങൾ അനുസരിച്ച് ഇനി പരീക്ഷ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര കണ്ട് പ്രായോഗികമെന്നറിയില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞു. പക്ഷേ എക്സ്ട്രാ ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് ഈ ഡിലേ വന്ന ദിവസങ്ങളിലെ ക്ലാസ്സുകൾ
കംപ്ലീറ്റായി കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തിടുക്കത്തിലുള്ള അതിവേഗ നീക്കങ്ങൾ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ആ പാഠഭാഗങ്ങൾ പഠിപ്പിച്ച് തീർക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതൊരു വശത്ത് തകൃതിയായി പുരോഗമിക്കുകയാണ്. മറുവശത്ത് പെട്ടെന്ന് ഈ എക്സ്ട്രാ ക്ലാസ്സുകളെടുത്ത് ഈ കാര്യങ്ങൾ വിശദമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവർക്കത് പരീക്ഷയ്ക്ക് മുമ്പ് കൃത്യമായി ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? അതാണ് പല വിദ്യാർത്ഥികളും നമ്മളോടൊരു ആശങ്കയായി പങ്കുവെച്ചത്. ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് പറയാൻ പരിമിതിയുള്ള പലരും നമ്മളോട് രഹസ്യമായൊക്കെ അവരുടെ ആശങ്കകൾ പങ്കുവച്ചിരിക്കുന്നത് ട്യൂഷന് പോകുന്ന നല്ല സാമ്പത്തിക ശേഷിയുള്ള കുട്ടികൾക്ക് കുഴപ്പമില്ല, അവർക്ക് മറ്റൊരു വശത്തോട് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ട്യൂഷൻ അധ്യാപകർ തയ്യാറാകും. പക്ഷേ ഞങ്ങൾ സാധാരണക്കാരാണ്, ഈ പാഠഭാഗങ്ങൾ പറഞ്ഞു തരുന്നത് നോക്കി വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഒരേ സമയം കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാ കാര്യങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടി സാവകാശം വേണമെന്ന് പറയുന്നത് എന്ന ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത്. എന്തായാലും പരീക്ഷാ മുന്നൊരുക്കങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബോധപൂർവമായ വീഴ്ചകൾ സംഭവിച്ചുവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അപ്രതീക്ഷിതമുണ്ടായ ഈ മഴക്കെടുതി അത് പാഠ്യഭാഗങ്ങൾ പൂർത്തിയാക്കുന്നതിലും പഠിപ്പിച്ചു തീർക്കുന്നതിലും പരീക്ഷയ്ക്ക് തയ്യാറാകുന്നതിലും വിദ്യാർത്ഥികളെ വലിയ തരത്തിൽ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. യെസ്, ഇതാണ് തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ നൽകുന്ന വിവരങ്ങൾ. തീർച്ചയായും പക്ഷേ തിരുവനന്തപുരത്ത് ഈ സൂചിപ്പിക്കുന്ന പോലെ എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മഴക്കെടുതികൾ ഉണ്ടായ ഒരു ജില്ലയല്ല. അതുകൊണ്ട് തന്നെ കുറച്ചധിക അധ്യയന ദിനങ്ങൾ അവർക്ക് ലഭിച്ചു എന്നതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. എന്നാൽ മറ്റ് ജില്ലകളിലേക്ക് പോകുമ്പോൾ അതല്ല സാഹചര്യം എന്നുള്ളതാണ്.